ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ ഒരു ലോങ് ബ്രേക്കിന് ശേഷം ഫുൾ ലെങ്ത് വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കും, ഡെയിലി അപ്ലോഡ് ചെയ്യണമെന്നായിരുന്നു ആദ്യമൊക്കെ പ്ലാൻ ചെയ്തിരുന്നത്. ഒന്നും നടക്കുന്നില്ല ഗെയ്സ്. എവിടെ പോകുമ്പോഴും വീഡിയോസ് എടുക്കേണ്ട ഒരു കുറവും വരുത്താറില്ല കേട്ടോ. പക്ഷേ ഇത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനാണ് എനിക്ക് ഇത്ര ലാഗ് വരുന്നത്. ഇന്നൊരു പർച്ചേസിങ് വീഡിയോ ഇട്ടിട്ട് വന്നിട്ടുള്ളത്. ഓണം പർച്ചേസിങ്ങിന് പോയതാണ്. സെപ്റ്റംബർ 1 ഒക്കെ ആയപ്പോൾ നമ്മൾ ഓണം പർച്ചേസിങ്ങിന് പോയിട്ടുണ്ട്. അതാണ് പറയുന്നത്, എത്രയോ മുന്നേ എടുത്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വരുന്ന എത്ര ടൈം എടുക്കുന്നുണ്ട്. എൻ്റെ മുന്നത്തെ വീഡിയോസ് കണ്ടവർക്ക് അറിയാൻ ഞാൻ മന്ത് എൻഡ് വർക്കിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടൈം ആകുമ്പോൾ നമുക്ക് ഒന്നിനും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാറില്ല കേട്ടോ. വെറും വർക്കിനോട് മാത്രം തന്നെ ഇതായിട്ട് വേണ്ടി വരും. ഇത്രയും 2 മാസം നമുക്ക് ട്രെയിനിങ് ആയതുകൊണ്ട് അങ്ങനെ തട്ടിയും മുട്ടിയും പോയി. ഇപ്പോൾ ഒരു വർക്കൊക്കെ ഹാൻഡിൽ ചെയ്ത് തുടങ്ങുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട്. പ്രത്യേകം എടുത്ത് പറഞ്ഞ ടീം ലീഡറിൻ്റെ സപ്പോർട്ടാണ് കേട്ടോ. പിന്നെ ഒപ്പം വർക്ക് ചെയ്യുന്നവരും ഒരുപാട് സപ്പോർട്ട് വരുന്നുണ്ട് കേട്ടോ. ഗെയ്സ്, ഇതൊരു സാറ്റർഡേ ആണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അന്ന് തന്നെയാണ് അമ്മായി മാമൻ നാട്ടിലേക്കും പോന്നിട്ടുള്ളത്. പിന്നെ ഞാനും ഇത് ഋത്വിയും കണ്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഋത്വിക്കുട്ടി എപ്പോഴും എൻ്റെ കൂടെ ബാക്ക് സൈഡായിട്ടോ കയറാറുള്ളത്. ഞങ്ങൾ പോകുമ്പോൾ ഋത്വിൻ്റെ മിസ്സുമാർ ഞങ്ങൾ ഓപ്പോസിറ്റ് പാസ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഋത്വിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫ്ലാറ്റിലേക്ക് വരിക എന്നൊക്കെ പറഞ്ഞത്. അത് സാറ്റർഡേ ആണ്, സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു, 10:30 വരാത്തതുകൊണ്ട് തന്നെ കൊണ്ടുവരാൻ വന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആൾക്കത് പിടി കിട്ടിട്ടോ. അപ്പോൾ അവന് ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ണേട്ടൻ്റെ ഫോണിൽ നിന്ന് നീതുൻ്റെ ഫോണിലേക്ക് മിസ്സ് വിളിച്ച രീതിയിൽ ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പക്ഷേ ആൾക്കത് പിടി കിട്ടി. ആൾ പറഞ്ഞു ഡാറ്റ ഫോണിൽ നിന്നാണ് അമ്മ വിളിച്ചെന്ന് എന്നെ പറ്റിക്കുക എന്നൊക്കെ അങ്ങനെ പറഞ്ഞായിരുന്നു കേട്ടോ. നമ്മൾ പർച്ചേസിങ്ങിന് പോയിട്ട് ജയചന്ദ്ര സിൽസിക്കാണ് കേട്ടോ. മുന്നത്തെ പർച്ചേസിങ് വീഡിയോ ഉണ്ടായിരുന്നല്ലോ, ഫസ്റ്റ് വീഡിയോ നമ്മുടെ. അപ്പോൾ അത് കണ്ടവർക്ക് അറിയാം ഷോപ്പ്. അപ്പോൾ ഞങ്ങളവിടെ ഇറക്കിയിട്ട് കണ്ണേട്ടൻ വാട്ടർ ബോട്ടിൽ വാങ്ങിക്കാൻ പോയായിരുന്നു കേട്ടോ. പിന്നെ കേസ് നമ്മുടെ നീതുവിൻ്റെ ഹെയർ സ്റ്റൈൽ ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് സൈഡിൽ കൂടെ കേട്ടോ ഈ പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്ക് സൈഡിൽ കൂടെ പോയപ്പോഴാണ് ഈ പ്രാവശ്യം ഞാൻ ഈ കളക്ഷൻസൊക്കെ കാണുന്നുണ്ട്. മെറ്റീരിയൽസിൻ്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു അക്രോമിടെയൊക്കെ. അപ്പോൾ ഞാനൊന്നും എടുത്തിട്ടൊന്നുമില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നോക്കാൻ വെച്ചിട്ടാണ്. ടൈമും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഒരുപാട് സ്റ്റിച്ച്ഡ് ബ്ലൗസും ഉണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ആർക്കെങ്കിലും സ്റ്റിച്ച് ബ്ലൗസൊക്കെ ആവശ്യമുണ്ടെന്ന് ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ. നമ്മുടെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ചെന്നൈയിലുണ്ട്, അപ്പം നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ വന്നിട്ട് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ. നല്ല കളക്ഷൻസാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമുക്ക് ഓഫീസ് വെയർ ആയാലും ഡെയിലി വെയർ ആയാലും അത് അടിപൊളി കളക്ഷൻസാണ്. കുറഞ്ഞ റേറ്റിൽ നല്ല കളക്ഷൻസ് കിട്ടും കേട്ടോ. പിന്നെ ഞങ്ങൾ പോയിട്ടുള്ള ചുരിദാർ സെക്ഷനിലേക്കാണ് കേട്ടോ, അമ്മായിക്ക് ചുരിദാർ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മിറർ കണ്ട എവിടെ ഞാൻ വീഡിയോ എടുക്കും കേട്ടോ ഗീസ്, അതെൻ്റെ വീക്ക്നെസ്സാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ. എല്ലാം ഒരാൾക്ക് വേണ്ടിയിട്ട് ഫാമിലിക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഏറെക്കുറെ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് പോകാം കേട്ടോ. പിന്നെ അത് ആര്യ വർക്കിൻ്റെ ഐറ്റംസാണ് ഇരിക്കുന്നത്. പിന്നെ ഞങ്ങൾ സാരി എടുക്കാനാണ് കേട്ടോ പോയത് അമ്മയ്ക്ക് വേണ്ടിയിട്ട്. അമ്മയ്ക്ക് പിന്നെ ഫാൻസി സാരിയോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല, പട്ട് സാരിയോടും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ആൾക്ക് കോട്ടൻ്റെ സാരിയാണ് ഇഷ്ടം. പക്ഷെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് പട്ട് സാരി ആയിരുന്നു കേട്ടോ. ഞങ്ങൾ പോയ ദിവസം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. സാറ്റർഡേ ആയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം നീതു പോയായിരുന്നു കേട്ടോ. അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഋത്വിക്കുട്ടിക്ക് റിമോട്ട് കാർ വേണം പറഞ്ഞിട്ട് നല്ല വാശി പിടിക്കലായിരുന്നു കേട്ടോ. അവന് ബർത്ത്ഡേക്ക് എന്താ വേണ്ടത് ചോദിച്ചിരുന്നു ഞാൻ. അപ്പോൾ അവൻ പറഞ്ഞത് റിമോട്ട് കാർ മതി എന്നാണ് പറഞ്ഞപ്പോൾ വാങ്ങിക്കൊടുക്കാന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാനായിട്ടോ പോയത്. എനിക്കും രമ്യച്ചിക്കും നീതുവിനും കറക്റ്റ് ഒരുപോലത്തെ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഡിഫറെൻറ്റ് കളറായിരുന്നു, പക്ഷേ എല്ലാം ഒരേ മോഡലാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, ഒരുമിച്ച് ഒരേപോലത്തെ കളർ കിട്ടിയിട്ട്. അപ്പം ഒരിക്കലും ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ വീട് ഡ്രസ്സ് ഇട്ടിട്ട് വരേണ്ടതാണ് കേട്ടോ. പിന്നെ ഒരുപാട് റീഫണ്ട്സൊക്കെ അങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. ഡെയിലി വെയേഴ്സ് ആയാലും നല്ല കുറഞ്ഞ റേറ്റിന് അത്യാവശ്യം നല്ല പർച്ചേസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് പുറത്ത് പോകാൻ പറ്റും കേട്ടോ. അതിനുശേഷം ഞങ്ങൾ കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാനായിട്ടോ പോയത്. ഈ കാണിക്കുന്ന ഡ്രസ്സൊക്കെ കാണാൻ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതൊന്നും ഋത്വിക്കില്ല, ഋത്വിക്ക് ഇതൊന്നും ഇഷ്ടമല്ല. ഈ ഡ്രസ്സാണ് എടുത്തത്. ഈ കളർ കോമ്പോ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതല്ല എടുത്തത്, ഫസ്റ്റ് കാണിച്ചല്ലോ ആ ഡ്രസ്സാണ് കേട്ടോ അവന് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ഋത്വിയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ, സെപ്റ്റംബർ 7. അതിൻ്റെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും, ഞാൻ പറഞ്ഞിരുന്നതിൽ അപ്ലോഡ് ചെയ്യാൻ എന്തായാലും ടൈം എടുക്കും. അത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാറുണ്ട്, ഭയങ്കര ടാസ്ക്കാണ് എനിക്കിപ്പോൾ. ഞങ്ങൾ ഡ്രസ്സ് നോക്കുന്ന ടൈമിനിടയിൽ കണ്ണേട്ടനെ കൊണ്ടാവാൻ പോയിട്ട് റിമോട്ട് കാർ മേടിച്ചായിരുന്നു കേട്ടോ.
പിന്നെ ഞാനൊന്ന് വേറെ മേടിച്ചായിരുന്നു. അപ്പോൾ ഞാനൊരേപോലത്തെ റിമോട്ട് കാറിനെ വാങ്ങിയപ്പോൾ കണ്ണേട്ടൻ പറഞ്ഞു ഈ എന്തായാലും മേടിക്കല്ലേ, അപ്പോൾ ജീപ്പ് ടൈപ്പ് എന്തെങ്കിലും വാങ്ങിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഞാനൊരു ജീപ്പിൻ്റെ ടൈപ്പും വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഇത് പിന്നെ അച്ചുവിന് വേണ്ടി നോക്കിയ ഡ്രസ്സോറാണ് കേട്ടോ. അപ്പോൾ അച്ചുവിന് ഈ ബാഗൊക്കെ വരുന്ന ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു മോഡൽ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെക്ഷനാണ് കേട്ടോ ഇവിടെ ഡോളിൻ്റെയൊക്കെ ടെഡി. അടിപൊളിയാണ്. എനിക്ക് അന്നത്തെ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതേപോലെ തന്നെ ഞാൻ കാണിക്കുന്നുണ്ട്. ഇതൊരു ബില്ലിങ് സെക്ഷനാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ പർച്ചേസിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ജെൻസിൻ്റെ സൈഡിലേക്ക് നമ്മൾ പോയായിരുന്നു കേട്ടോ. അതൊന്നും നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. ഇപ്പം തന്നെ അത്യാവശ്യം ലാഗായിട്ടുണ്ട് വീഡിയോ. അപ്പോൾ നമ്മളെല്ലാം വാങ്ങിയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ പ്രാവശ്യം പോകുമ്പോൾ മുടി വരത്തിയിട്ടാണ് കേസ് പോയത്. അതായത് ഞാൻ രാവിലെ കുളിച്ചിട്ട് പിന്നെ ടൈമൊന്നും കിട്ടിയില്ല, മുടി ഉണങ്ങാനൊന്നും ടൈം കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ പരത്തിയിട്ടാണ് പോയത്. അതിൻ്റെതായ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കേസ് സെപ്റ്റംബർ 30 എൻ്റെ ഓഫീസിൽ ഓണം സെലിബ്രേഷൻ ആണ് കേട്ടോ. ഓണം സെലിബ്രേഷൻ പറയുമ്പോൾ ട്രഡീഷണൽ ഡ്രസ്സ് ധരിച്ചിട്ട് വരാനാണ് കേട്ടോ പറഞ്ഞിരുന്നത്. അപ്പോൾ എനിക്കെന്തോ ഇൻട്രസ്റ്റ് തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ധരിച്ചില്ല. എന്നോട് ഇത് കുറേ പ്രാവശ്യം പറഞ്ഞതാണ്. ഇവിടെ വന്നിട്ട് സാരി ഒന്നും കൊണ്ടുവന്നില്ല കേട്ടോ. ഇവിടെ വന്നിട്ട് നമുക്ക് സാരി സ്റ്റിച്ചഡ് ബ്ലൗസൊക്കെ എടുക്കാമെന്നൊക്കെ ഒരുപാട് വട്ടം പറഞ്ഞു കേട്ടോ. അപ്പോൾ അതെന്തൊന്നും എനിക്ക് ഇൻട്രസ്റ്റ് തോന്നിയില്ല. പിന്നെ അവളുടെ സ്കേർട്ടും ടോപ്പൊക്കെ ഷേപ്പാക്കി തന്നു കേട്ടോ. രാവിലെ അതെല്ലാം ഇട്ട് റെഡി ആയി തന്നിട്ട് എനിക്കെന്തോ ഭ്രാന്തി കയറി കേസ്. അതെല്ലാം ഉരുട്ടിട്ടാണ് ഞാൻ പോയത്. അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ പ്രാന്തും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഓഫീസ് നമുക്കന്ന് രാവിലെ ടോക്കൺ കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് ഫുഡിൻ്റെ കൂടെ അടപ്രഥമൻ കിട്ടിയായിരുന്നു. അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ ഫസ്റ്റ് ടൈം ആട്ടോ അത് കഴിക്കണത്. പിന്നെ അതേപോലെ തന്നെ ഗണേശ ചതുർത്ഥിക്ക് ഒരു സ്വീറ്റ് ബോക്സ് കിട്ടിയിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഗൈസ്. പിന്നെ നാട്ടിലാകുമ്പോൾ നമ്മൾ 2 ഡേയ്സാണ് കേട്ടോ ഓണം സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്. ഉത്രാടത്തിൻ്റെ ഒന്നും പിന്നെ തിരുവോണത്തിൻ്റെ അന്നും. ഉത്രാടത്തിൻ്റെ അന്നാണ് വീട്ടിൽ സദ്യയൊക്കെ ഉണ്ടാക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അന്ന് തറവാട്ടിലുള്ളവരൊക്കെ വീട്ടിലേക്ക് വരും. പിന്നെ തറവാട്ടിലാണ് ഞങ്ങൾ തിരുവോണം കൂടാറുള്ളത് കേട്ടോ. അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഗൈസ്. അമ്മമാരെല്ലാവരും കൂടി സദ്യ ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മൾ മണ്ഡപത്തിൽ പൂക്കളിടാറുണ്ട് കേട്ടോ, കുട്ടികളെല്ലാവരും കൂടിയിട്ട്. അപ്പോൾ അന്നാണ് അവിടെ കുറച്ച് അന്നൊരു ദിവസം മാത്രമാണ് കേട്ടോ മണ്ഡപത്തിൽ പൂക്കളിടാറുള്ളൂ. അപ്പോൾ അന്ന് കുറച്ച് വൈഡായ പൂക്കളാണ് ഞങ്ങൾ ഇടാൻ നോക്കാറുള്ളത്. അപ്പോൾ അച്ഛനാണ് വരച്ചിടാറുള്ളത് കേട്ടോ, പൂക്കളിടാനുള്ളതൊക്കെ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. പിന്നെ ഈ പ്രാവശ്യം സ്വത്തു നാട്ടിലില്ല. അവൻ വെല്ലിച്ചൻ്റെ മോനാണ് കേട്ടോ, സൗദിയിലാണ്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ മിസ്സിങ് ആണ്. ഇത് കാണിക്കുന്ന തിയേറ്റർ വിദ്യ തിയേറ്ററാണ് കേട്ടോ ഗേസ്. ഇത് ഇവിടുത്തെ പഴയ തിയേറ്ററാണ് കേട്ടോ പറഞ്ഞത്. ഞങ്ങൾ സാറ്റർഡേ സൂര്യ പറഞ്ഞ മൂവിക്ക് പോയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഈ തിയേറ്ററിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ വിജയുടെ പോസ്റ്റർ കണ്ടു കേട്ടോ, പുതിയ സിനിമ വന്നിട്ടുണ്ട് കോട്ടിൻ്റെ. ഞാൻ സിനിമ കണ്ടായിരുന്നു കേട്ടോ ഗേസ്. ഒരു ആവറേജ് മൂവി ആയിരുന്നു. അങ്ങനെ പിന്നെ വിജയ് ഫാൻസൊക്കെ പിടിച്ച് തല്ലൊന്നും അറിയില്ല. ഒരു ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ കേസോടെ നിറയെ ഫ്രൂട്ട്സ് മാർക്കറ്റ് ഉണ്ട് കേട്ടോ. ഇത് ഒരു സൈഡത്ത് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും അതേപോലെ തന്നെയാണ് കേട്ടോ. അങ്ങനെ കേസ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇനി പോകാൻ നോക്കുകയാണ്. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടാകുന്നത് കേട്ടോ. ഇതിനിടയിൽ നീതുവിൻ്റെ കുറച്ച് പ്രഹസനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കേസ്. അതൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞോളൂ കേട്ടോ. പിന്നെ കേസ് ഈ ഹെയർ സ്റ്റൈൽ കണ്ണേട്ടൻ്റെ ഇഷ്ടത്തിനായിട്ടോ നീതു വെട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ ഞാൻ ആകെ വെട്ടി. എന്നോട് വിളിച്ചപ്പോൾ പറഞ്ഞു എനിക്കൊരു സർപ്രൈസ് ഉണ്ട് ഓഫീസിൽ വരുമ്പോൾ പറയായിരുന്നു, ഈ വേഗം വായ. ഞാൻ ആകെ ഞെട്ടി ഇവളെ കണ്ടപ്പോൾ ഞാൻ വിചാരിക്കുകയും ചെയ്തില്ല കേട്ടോ ഇങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈൽ. അവളിപ്പോൾ അങ്ങനെ അവളുടെ ഫ്രണ്ടിൽ കുറച്ച് കട്ട് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു ഇനി കട്ട് ചെയ്യണമെന്നില്ല, ഇത് അവൾക്ക് സങ്കടമാവണം മുടി കാണുമ്പോൾ, ഇനി ഫുള്ളായിട്ട് വളർത്തുക എന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. പെട്ടെന്നൊരു ദിവസം ആളെ കണ്ടപ്പോൾ ആകെ ഷോക്കായി കേസ്. പക്ഷെ ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ ആദ്യം പറ്റിയില്ല. പക്ഷേ ഇങ്ങനെ സൈഡിലേക്ക് ഇട്ടപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടോ. പിന്നെ കേസ് രാത്രിയായപ്പോൾ മാമനും അമ്മായും നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം ട്രെയിനിലാണ് അവർ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് വിളിച്ചിട്ട് കണ്ണേട്ടൻ പറഞ്ഞു നമുക്ക് സിനിമയ്ക്ക് പോവല്ലേ, രമേശും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ സാറ്റർഡേ സൂര്യ എന്ന സിനിമയ്ക്കായിട്ടോ പോയിട്ടുണ്ടായിരുന്നത്. കുറച്ച് പഴയ തിയേറ്റർ ആയതുകൊണ്ട് ബാൽക്കണി ഇതും കുറച്ച് ലോങ് ആയിരുന്നു കേട്ടോ. സ്ക്രീനും അടിപൊളി സിനിമയായിരുന്നു കേട്ടോ.
പിന്നെ കേസ് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.